ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LP മാരത്തോൺ എന്ന് പറയുന്ന നമ്മുടെ സീരീസിലെ സൈക്കോളജിയുടെ മോക്ക് ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. LP പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ എഴുതുന്ന മോക്ക് ടെസ്റ്റുകൾ ഉപകാരപ്പെടും. എല്ലാ ദിവസവും നമ്മൾ തരുന്ന ഈ ക്ലാസ്സുകളെല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക, അറ്റൻഡ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു 10 ചോദ്യം നമ്മൾ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി തുടങ്ങുകയാണ്. ആദ്യത്തെ ചോദ്യം നോക്കുക. കുറച്ച് വലിയ ചോദ്യങ്ങളായിരിക്കും നമ്മുടെ എല്ലാ സൈക്കോളജി ചോദ്യങ്ങളും. ഇതിപ്പോൾ സൈക്കോളജിയുടെ ഭാഗത്ത് വരുന്ന നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനൊക്കെ ആയി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഒരു 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. കൺഫ്യൂഷനൊന്നുമില്ല. 1995 ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ PWD ആക്ട് പ്രകാരം പൂർണ്ണാന്തത, കാഴ്ചക്കുറവ്, ഭേദമായ കുഷ്ഠരോഗം, ചലന പരിമിതി, ശ്രവണ വൈകല്യം, ബുദ്ധിപരിമിതി, മാനസിക രോഗം എന്നിങ്ങനെയുള്ള 7 വിഭാഗങ്ങളെയാണ് ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1995 ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ PWD ആക്ട് പ്രകാരം പൂർണ്ണാന്തത, കാഴ്ചക്കുറവ്, ഭേദമായ കുഷ്ഠരോഗം, ചലന പരിമിതി, ശ്രവണ വൈകല്യം, ബുദ്ധിപരിമിതി, മാനസിക രോഗം എന്നിങ്ങനെയുള്ള 7 വിഭാഗങ്ങളായാണ് ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന, ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 PWD ആക്ട് 1995 ഉൾപ്പെടുത്തിയ ഭിന്നശേഷി വിഭാഗങ്ങൾ കൂടാതെ 24 വിഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1995 2016 റൈറ്റ് ടു ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമം. ഓക്കെ, അതിൽ 24 കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ പോയിന്റ്, ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ് റിസോഴ്സ് ടീച്ചർമാർ. ലാസ്റ്റ് ഓപ്ഷൻ, 1990 ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത്. ഇതിലേതാണ് തെറ്റായ പ്രസ്താവന എന്നാണ് ചോദ്യം. നന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതായിരിക്കും. ഇത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇങ്ങനെയൊക്കെ തരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരണം. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കൈറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരള വിദ്യാഭ്യാസ വകുപ്പ് 2001 മുതൽ IT അറ്റ് സ്കൂൾ എന്ന പ്രൊജക്ടിന് രൂപം നൽകിയിട്ടുണ്ട്. 2017 IT അറ്റ് സ്കൂൾ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രത്യേക സർക്കാർ കമ്പനിയായി. നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഗവേൺസ് പരിപാടികളുടെ നോഡൽ ഏജൻസിയാണ് കൈറ്റ്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, അധ്യാപകർക്ക് ICT പരിശീലനം നൽകുക, ഡിജിറ്റൽ കണ്ടന്റ് തയ്യാറാക്കുക, ഗവേൺസ് മൂല്യനിർണ്ണയ പ്രക്രിയയിൽ വേണ്ട സാങ്കേതിക സഹായം നൽകുക തുടങ്ങിയവയ്ക്ക് കൈറ്റ് നേതൃത്വം നൽകുന്നു. അപ്പോൾ കൈറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രസ്താവന തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും തെറ്റുണ്ടോ, ഏതെങ്കിലും ശരിയുണ്ടോ നോക്കിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 1 മാത്രം ശരി, 2 മാത്രം ശരി, 1, 2, 3 മാത്രം ശരി, എല്ലാം ശരി. മൂന്നാമത്തെ ചോദ്യം, ഗ്ലോബും മാപ്പുകളും ഉപയോഗിച്ച് നടത്തിയിരുന്ന ഭൂമിശാസ്ത്ര പഠനം കൂടുതൽ രസകരവും ലളിതവുമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഡാഷ് അല്ലേ, മാർബിൾ, സൺക്ലോക്ക്, EXE സോഫ്റ്റ്വെയർ, സ്ക്രാച്ച് എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഗ്ലോബും മാപ്പുകളും ഉപയോഗിച്ച് നടത്തിയിരുന്ന ഭൂമിശാസ്ത്ര പഠനം എന്താക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് ഒരു സോഫ്റ്റ്വെയർ ഇറങ്ങിയിട്ടുണ്ട്. അത് ഏതാണ്? ഒരു എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ, നമുക്ക് പഠിക്കാനുള്ളതാണ്. നാലാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലെ ICT ആക്ടിവിറ്റി പുസ്തകങ്ങൾ കളിപ്പെട്ടി എന്ന പേരിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള ICT ആക്ടിവിറ്റി പുസ്തകങ്ങൾ അറ്റ് വിദ്യ എന്ന പേരിലാണ് പ്രസിദ്ധീകരിക്കുന്നത്.
ഭൂമിശാസ്ത്ര പഠന സഹായിയാണ് കെ ജോഗ്രഫി സോഫ്റ്റ്വെയർ. മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയുന്നതിനും താരതമ്യം ചെയ്യുന്നതിനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് കാൽസ്യം. ഇതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന? ബി മാത്രം ശരി, സി മാത്രം ശരി, എ സി ഡി മാത്രം ശരി, എ ബി സി ഡി എന്നിവ എല്ലാം ശരി. അഞ്ചാമത്തെ ചോദ്യം, പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നതാര്? ഉത്തരം കമന്റ് ചെയ്യുക. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടിയിൽ ഭാഷാ പഠനം സജീവമാകുന്ന സാഹചര്യം ഏതാണ്? കുട്ടിക്ക് ഉറക്കെ ആവർത്തിച്ച് ഉച്ചാരണ ശുദ്ധിയോടെ പറഞ്ഞു കൊടുക്കുകയും ആവർത്തിക്കുകയും ചെയ്യുക. കുട്ടി പറയുന്ന വാക്യങ്ങളിലെ വ്യാകരണ പിശകുകൾ അപ്പോൾ തിരുത്തുകയും അനുകരിക്കാൻ അവസരം നൽകുകയും ചെയ്യുക. വൈവിധ്യമുള്ള ഭാഷാന്തരീക്ഷം ഒരുക്കുകയും സ്വതന്ത്ര രചനകൾക്കും സ്വയം വിലയിരുത്തലിനും അവസരം നൽകുകയും ചെയ്യുക. കുട്ടിയുടെ അപൂർണ വാക്യങ്ങളെ പൂർണ്ണവാക്യങ്ങളാക്കി വിപുലീകരിച്ചു കൊടുക്കുകയും സഹായകമായ വ്യാകരണ ഗ്രന്ഥങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന ഈ 4 പ്രസ്താവനയിൽ കുട്ടിയുടെ ഭാഷാ പഠനം സജീവമാക്കുന്ന സാഹചര്യം. ആറാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജ്ഞാനനിർമ്മിതി സങ്കല്പം അനുസരിച്ചുള്ള മൂല്യനിർണയ ചോദ്യങ്ങൾക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകളിൽ പെടുന്നത് ഏത്? ശരാശരി നിലവാരക്കാരെ മാത്രം പരിഗണിക്കുന്നതാകണം. പാഠപുസ്തകങ്ങളെ ഉള്ളടക്കം മാത്രം പരിഗണിക്കുന്നതാവണം. ഓർമ്മ പരിശോധനയ്ക്ക് പ്രാധാന്യം നൽകുന്നതാവണം. ഉയർന്ന ചിന്താ പ്രക്രിയകളിൽ ഊന്നുന്നതായിരിക്കണം. ഉയർന്ന ചിന്താ പ്രക്രിയകളിൽ ഊന്നുന്നതായിരിക്കണം. എട്ടാമത്തെ ചോദ്യം, ദൃശ്യപരമായ പഠിതാക്കൾക്ക് വീഡിയോകളിലൂടെയും ശ്രവ്യ പഠിതാക്കൾക്ക് ഓഡിയോ ക്ലാസ്സിലൂടെയുമാണ് അധ്യാപകർ പഠനാനുഭവം സൃഷ്ടിക്കുന്നത്. ഇതിനടിസ്ഥാനമായ പഠിതാക്കളുടെ സവിശേഷത, പഠനശൈലി, പഠനവൈകല്യങ്ങൾ, ഭാഷാവ്യത്യാസം, രണ്ടാം ഭാഷയുടെ കാഠിന്യം. ഒൻപതാമത്തെ ചോദ്യം, യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടികളെ നോട്ട്ബുക്കിൽ പാഠഭാഗം പകർത്തി എഴുതി കൊണ്ടുവരാനുള്ള അസൈൻമെന്റിൽ നിന്നും ടീച്ചർ ഒഴിവാക്കുന്നു. ഇത് ഏത് തരം പ്രബലനമാണ്? ഓക്കെ, ഋണപ്രബലനം, ധനപ്രബലനം, ശിക്ഷ ഇവയൊന്നുമല്ല. പത്താമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു ബുദ്ധി പരീക്ഷയിൽ നേടിയ മാനസിക വയസ്സ് 5 ആണെങ്കിൽ അവരുടെ ബുദ്ധിമാനം 125 ആണ്. 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു ബുദ്ധി പരീക്ഷയിൽ നേടിയ മാനസിക വയസ്സ് 5 ആണെങ്കിൽ അവരുടെ ബുദ്ധിമാനം 125 ആണ്. കുട്ടിയുടെ മാനസിക വയസ്സ് കാലിക വയസ്സിന് തുല്യമായാൽ അവൻ്റെ ബുദ്ധിമാനം 100 ആയിരിക്കും. 100-ൽ കുറഞ്ഞ ബുദ്ധിമാനം ബുദ്ധി കുറവിനെയും 100-ൽ കൂടിയ ബുദ്ധിമാനം ബുദ്ധി കൂടുതലിനെയും കാണിക്കുന്നു. 10 ചോദ്യങ്ങൾ. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന, തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. 10 ചോദ്യം നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. ഒന്നാമത്തെ ചോദ്യം പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞത്. 1995-ലെ PWD ആക്ട് പ്രകാരം 7 വിഭാഗങ്ങളാണ് ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 7 ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണാന്ധത, കാഴ്ചക്കുറവ്, ഭേദമായ കുഷ്ഠം, ചലനപരിമിതി, ശ്രവണ വൈകല്യം, ബുദ്ധിപരിമിതി, മാനസിക രോഗം എന്നിങ്ങനെയാണ് 7. ഇനി ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 ഈ 95-ൽ ഉൾപ്പെടുത്തിയ 7 കൂടാതെ 24 വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല, 24 ഇല്ല. ഓക്കെ, 24 ഇല്ല. എത്ര ഉള്ളൂ? 14 ഉള്ളൂ. ഓക്കെ, ടോട്ടൽ 21. ഓക്കെ, ഇപ്പൊ 14 2016 ഉൾപ്പെടുത്തി. അപ്പൊ ഇത് തെറ്റാ. അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ് ആര്? റിസർവ്സ് ടീച്ചർ. 1990-ലാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത്. അതെല്ലാം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കയറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരള വിദ്യാഭ്യാസ വകുപ്പ് 2001 മുതലാണ് IT@School എന്ന പ്രോജക്റ്റിന് രൂപം നൽകിയത്. ശരിയാണ്. 2017 IT
അറ്റ് സ്കൂൾ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന പ്രത്യേക സർക്കാർ കമ്പനിയായി, അതും ശരിയാണ്. നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇ ഗവേൺസ് പരിപാടികളുടെ നോഡൽ ഏജൻസിയാണ് കൈറ്റ്, അത് ശരിയാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, അധ്യാപകർക്കുള്ള ICT പരിശീലനം നൽകുക, ഡിജിറ്റൽ കണ്ടന്റ് തയ്യാറാക്കുക, ഇ ഗവേൺസ്, മൂല്യനിർണ്ണയ പ്രക്രിയയിൽ വേണ്ട സാങ്കേതിക സഹായം തുടങ്ങിയവയെല്ലാം ആരാണ്? കൈറ്റാണ് നേതൃത്വം നൽകുന്നത്. ഇതെല്ലാം ശരിയാണ്. അപ്പോൾ എല്ലാം ശരി. മൂന്നാമത്തെ ചോദ്യം, ഗ്ലോബും മാപ്പുകളും ഉപയോഗിച്ച് നടത്തുന്ന ഭൂമിശാസ്ത്രപരമായ പഠനം അറിയപ്പെടുന്ന കൂടുതൽ രസകരവും ലളിതവുമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? സൺക്ലോക്ക് ആണോ, EXE സോഫ്റ്റ്വെയർ ആണോ, സ്ക്രാച്ച് ആണോ, മാർബിൾ ആണോ? മാർബിൾ ആണ് കേട്ടോ. DLEDന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. നാലാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലെ ICT ആക്ടിവിറ്റി പുസ്തകത്തിന്റെ പേരാണ് കളിപ്പെട്ടി. ഓക്കെ ആണ്. അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലെ ICT ആക്ടിവിറ്റി പുസ്തകങ്ങളാണ് അറ്റ് വിദ്യ, അതും ശരിയാണ്. ഭൂമിശാസ്ത്ര പഠന സഹായിയാണ് ജോഗ്രഫി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ശരിയാണ്. അതുപോലെ തന്നെ മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയുന്നതിനും താരതമ്യം ചെയ്യാനും സഹായിക്കുന്നതാണ് കാൽജൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി, ABCD എന്നിവ എല്ലാം ശരി. അഞ്ചാമത്തെ ചോദ്യത്തേക്ക് വരാം. പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് വില്യം വൂണ്ട്. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടിയുടെ ഭാഷാ പഠനം സജീവമാക്കുന്ന സാഹചര്യം. നോക്കുക, കുട്ടിക്ക് ഉറക്കെ ആവർത്തിച്ച് ഉച്ചാരണ ശുദ്ധിയോടെ പറഞ്ഞു കൊടുക്കുകയും ആവർത്തിക്കുകയും ചെയ്യുക. കുട്ടി പറയുന്ന വാക്യങ്ങളിലെ വ്യാകരണ പിശകുകൾ അപ്പോൾ തിരുത്തുകയും അനുകരിക്കാൻ അവസരം നൽകുകയും ചെയ്യുക. ഇവിടെ നോക്കണേ, ആവർത്തിക്കുക, അനുകരിക്കുക. ഇവിടെ നോക്കുക, വൈവിധ്യമുള്ള ഭാഷാന്തരീക്ഷം ഒരുക്കുകയും സ്വതന്ത്ര രചനകൾക്കും സ്വയം വിലയിരുത്തലിനും അവസരം നൽകുകയും ചെയ്യുക. അനുകരിക്കലും ആവർത്തിക്കലിനേക്കാളൊക്കെ എത്രയോ ബെറ്ററാണ്. കുട്ടിയുടെ അപൂർണ വാക്യങ്ങളെ പൂർണ്ണവാക്യങ്ങളാക്കി വിപുലീകരിച്ചു കൊടുക്കുകയും സഹായകമായ വ്യാകരണ ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്യുക? നിർദ്ദേശിക്കുകയും ചെയ്യുക. ഏറ്റവും ആപ്റ്റ് ഓപ്ഷൻ സി ആണ് എന്നതാണ് കേട്ടോ. ചോദ്യത്തിൽ കൃത്യമായിട്ടുണ്ട്. ഭാഷാ പഠനം സജീവമാക്കാനുള്ള സാഹചര്യം ഏതാണ്? അത് വൈവിധ്യമുള്ള ഭാഷാ അന്തരീക്ഷം ഒരുക്കി സ്വതന്ത്ര രചനകൾക്കും സ്വയം വിലയിരുത്തലിനും അവസരം നൽകുക എന്നതാണ്. ഏഴാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജ്ഞാനനിർമ്മിതി സങ്കല്പം അനുസരിച്ചുള്ള മൂല്യനിർണ്ണയ ചോദ്യങ്ങൾക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകളിൽ പെടുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ഇതാണ് ചെയ്യേണ്ടത്. ശരാശരി നിലവാരക്കാരെ മാത്രം പരിഗണിക്കുന്നതാകണം. ഒരു കാരണവശാലും ആവരുത്. പാഠപുസ്തകങ്ങളിലെ ഉള്ളടക്കം മാത്രം പരിഗണിക്കുന്നതാവണം. ഒരു കാരണവശാലും അല്ല. ഓർമ്മ പരിശോധനയ്ക്ക് പ്രാധാന്യം നൽകണം. അങ്ങനെയാണോ ജ്ഞാനനിർമ്മിതിവാദം? അല്ല. പിന്നെ എന്താണ്? ഉയർന്ന ചിന്താ പ്രക്രിയകളിൽ ഊന്നുന്നതായിരിക്കണം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. എട്ടാമത്തെ ചോദ്യം, ദൃശ്യപരമായ പഠിതാക്കൾക്ക് വീഡിയോ ക്ലാസ്സുകളിലൂടെയും ശ്രവ്യ പഠിതാക്കൾക്ക് പഠിക്കാനുള്ള ശൈലിയായിട്ടുള്ള പഠിതാക്കൾക്ക് ഓഡിയോ ക്ലാസ്സിലൂടെയുമാണ് അധ്യാപകർ പഠനാനുഭവം സൃഷ്ടിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാന കാരണം ഇവിടെ തന്നെയുണ്ട്, പഠനശൈലി തന്നെയാണ്. ഒൻപതാമത്തെ ചോദ്യം, യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടികളെ നോട്ട്ബുക്കിൽ പാഠഭാഗം പകർത്തി എഴുതി കൊണ്ടുവരാനുള്ള അസൈൻമെന്റിൽ നിന്ന് ടീച്ചർ ഒഴിവാക്കുന്നു. ഇത് ഏത് തരം പ്രബലനമാണ്? ഋണപ്രബലനമാണ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഓക്കെ, അതായത് ഒഴിവാക്കിക്കൊണ്ടാണ് അവിടെ കൃത്യം കാര്യം നടത്തിയത് അല്ലേ. പഠിച്ചിട്ട് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? എഴുതേണ്ടി വരും. അപ്പോൾ പഠിച്ചിട്ട് വന്നാൽ എഴുതണ്ട. അപ്പോൾ അതാണ് ഇവിടുത്തെ കാര്യം. ഋണപ്രബലനമാണ് ഇവിടെ വന്നിട്ടുള്ളത്. പത്താമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 4 വയസ്സ് വരെയുള്ള ഒരു കുട്ടിക്ക് ഒരു ബുദ്ധി പരീക്ഷയിൽ നേടിയ മാനസിക വയസ്സ് 5 ആണെങ്കിൽ അവരുടെ ബുദ്ധിമാനം നോക്കുക. ഇത് നമുക്കറിയാലോ. ഇത് എന്താണ് നമ്മുടെ ബുദ്ധിമാനം IQ കണ്ടെത്താൻ ഉള്ളത് അല്ലേ? MA ഹരിക്കണം CA × 100 ആണ് നമുക്കറിയാം അല്ലേ. മെൻ്റൽ ഏജ്, കറൻറ്റ് ഏജ്. നമുക്ക് മാനസിക വയസ്സ് ഇവിടെ തന്നിട്ടുണ്ട്. 4 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ 4 കറൻറ്റ് ഏജ് ആണ്. ആ കുട്ടിയുടെ ഒരു ബുദ്ധി പരീക്ഷയിൽ നേടിയ മാനസിക വയസ്സ് 5 ആണ്. അപ്പോൾ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു? മെൻ്റൽ ഏജ് എഴുതി, താഴെ കറൻറ്റ് ഏജ് എഴുതി, എന്നിട്ട് എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുണിക്കുന്നു. അപ്പോൾ നമുക്കിത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടണം? ബുദ്ധിമാനം 125 ആണ് കിട്ടുക. ഓക്കെ, അത് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അടുത്തത്
5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു ബുദ്ധി പരീക്ഷയിൽ നേടിയ മാനസിക വയസ്സ് 5 ആണെങ്കിൽ, ഓക്കെ, 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് മാനസിക പരീക്ഷയിൽ 5 കിട്ടി. അപ്പോൾ അവരുടെ ബുദ്ധിമാനം എത്രയാണെന്നൊന്ന് നോക്കുക. അത് കിട്ടിയത് 125 ആണോ എന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് അത് ഈ 2 നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. 125 ഇവിടെ കുട്ടിയുടെ മാനസിക വയസ്സും കാലിക വയസ്സും തുല്യമായാൽ, കുട്ടിയുടെ മാനസിക വയസ്സ് കാലിക വയസ്സ് അല്ലേ, മെൻ്റൽ ഏജും അതുപോലെ തന്നെ കറണ്ട് ഏജും തുല്യമായാൽ എന്തായിരിക്കും ഉത്തരം? 100 ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്, 100 ആയിരിക്കും. ഇവിടെ എന്താ 5 വയസ്സ് കറണ്ട് ഏജ്. അതേ ആ കുട്ടിക്ക് ബുദ്ധി പരീക്ഷയിൽ നേടിയ മാർക്കോ അത് 5 ആണ്. അപ്പോൾ മാനസിക വയസ്സും കാലിക വയസ്സും 1 ആയാൽ ബുദ്ധിമാനം 125 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, 100 ആയിരിക്കും. 100 ആണ്. അപ്പോൾ ഇവിടെ പരിശോധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയല്ലാത്തത്. 100-ൽ കുറഞ്ഞ ബുദ്ധിമാനം ബുദ്ധിക്കുറവിനെയും 100-ൽ കൂടിയ ബുദ്ധിമാനം ബുദ്ധി കൂടുതലിനെയും കാണിക്കുന്നു. അതൊക്കെ ഓക്കെയാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. കാരണം ഇവിടെ 5 വയസ്സുള്ളൊരു കുട്ടിക്ക് 5 മാർക്കാണ് മാനസിക വയസ്സായിട്ട് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ബുദ്ധിമാനം 125 ആയിരിക്കില്ല, 100 ആയിരിക്കും. അതായത് ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് കാലിക വയസ്സിന് തുല്യമായാൽ അവൻ്റെ ബുദ്ധിമാനം എന്ന് പറയുന്നത്, അവൻ്റെ IQ എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് ഇതൊന്ന് നോക്കിയാൽ മതി, ഈ ഒരു ഭാഗം ഒന്ന് നോക്കി വെച്ചാൽ മതി. എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ് അല്ലേ, എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി വരുന്ന തിങ്കളാഴ്ച PG3 അക്കാദമിയിലെ ഒരു പുതിയ LPUPയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂടേക്കാണെന്ന് നമ്മൾ വിളിക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ചാനൽ ഒന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.